ഹായ് ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്. സുഹൃത്തുക്കളെ, നിങ്ങളെ തമനയിൽ കണ്ട പോലെ തന്നെയാണ് ഞാൻ പറയുന്നത്. നമുക്ക് ചിലവ് എങ്ങനെ ചുരുക്കാം. ഇപ്പോഴെന്ന് വെച്ചാൽ ഒരാൾക്ക് ഒന്നാം തീയതി സാലറി കിട്ടിക്കഴിഞ്ഞാൽ ടപ്പേന്ന് പറഞ്ഞ് പൈസ ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പൈസ ഇങ്ങനെ പെട്ടെന്ന് തീർന്നു പോകുന്നത്? ഞാൻ അതിന് ഒന്ന് രണ്ട് ടൂൾസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് പൈസ ലാഭിക്കാൻ പറ്റുന്നുണ്ട്, നല്ല മാറ്റമുണ്ട്. ഒന്നാമത്തെ കാര്യം പക്ഷേ ഞാൻ പറയുന്ന കാര്യം ആർക്കും അങ്ങനെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അതായത് ആദ്യം ചെയ്യേണ്ട കാര്യം, നമ്മുടെ ഫോണിൽ നിന്ന് ആ ഗൂഗിൾ പേ, ഫോൺ പേ മുതലായ ഓൺലൈൻ പേയ്മെൻറ്റ് ആപ്പുകളെല്ലാം എടുത്ത് കളയണം. അത് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർ പറയും എനിക്കതൊന്നും പറ്റുന്ന കാര്യമല്ലെന്ന് പറയും. സത്യമാണ്. ഈ ഒരു ഗൂഗിൾ പേ, ഫോൺ പേ എന്നുള്ള മുതലായ ആപ്പുകൾ എടുത്ത് കളഞ്ഞാൽ മാത്രം മതി. നമുക്ക് കുറച്ച് പൈസ നമുക്ക് ഒരുപാട് പൈസ ലാഭിക്കാൻ പറ്റും. നമ്മളെ ചിലവ് ചുരുക്കാൻ പറ്റും. ഞാനിപ്പോൾ എനിക്കും ആദ്യം ഇത് പറ്റൂലായിരുന്നു. പക്ഷേ ഞാനത് എൻ്റെ അടുത്ത് ഒരു ട്രെയിനർ പറഞ്ഞതിന് ശേഷം ഞാനത് ഒന്ന് ശ്രമിച്ചു നോക്കിയപ്പോൾ എനിക്കത് നല്ല മാറ്റമുണ്ട്. നല്ല മാറ്റം എന്ന് വെച്ചാൽ ഞാനും ആദ്യം ഇത് കേട്ടപ്പോൾ വലിയ സീരിയസ് ആയിട്ട് എടുത്തില്ല. രണ്ടാമത്തേത് ഇത് ഓൺലൈൻ ആപ്പുകൾ, അതായത് ഈ ഫ്ലിപ്കാർട്ട്, ആമസോൺ, സൊമാറ്റോ അങ്ങനത്തെ ആപ്പുകളും എടുത്ത് കളയുക. അതെടുത്ത് കളഞ്ഞാൽ മാത്രം മതി, നമുക്ക് നല്ല ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റും. പൈസ നമ്മുടെ അക്കൗണ്ടിൽ തന്നെ കിടക്കും. സത്യമാണ്, ബാങ്ക് അക്കൗണ്ടിൽ തന്നെ ഈ പൈസകൾ കിടക്കും. ഈ ഗൂഗിൾ പേ, ഫോൺ പേ മുതലായതിലൊക്കെ ഇങ്ങനെ പൈസ ഇട്ടേക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് അത് മേടിക്കാം, ഇത് മേടിക്കാം. പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് 100 ചിന്ത വരും. പക്ഷേ ഈ ആപ്പുകളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ശരി, നമ്മളെ അക്കൗണ്ടിൽ ആ പൈസ അവിടെ കിടക്കട്ടെന്ന് വിചാരിക്കാം.